കേരളത്തിലെ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലയെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അത് 2011 മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിന് ശേഷം ആണ് 9 മാറിയത്. അതിനു മുമ്പ് 2011 മുമ്പ് 11 മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. മാരാരിക്കുളം മണ്ഡലവും അതുപോലെ തന്നെ പന്തളം, ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും ഭാഗമായിട്ടുള്ള പന്തളം മണ്ഡലവും ഇല്ലാതാവുകയത്. 9 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച രൂപത്തിൽ വിജയം നേടിയ സ്ഥലങ്ങളാണ്. ആകെ ഒരു സീറ്റിലാണ്, ഹരിപ്പാട് മാത്രമാണ് ഐക്യമുന്നണി ജയിച്ചിട്ടുള്ളത്. ബാക്കി 8 സ്ഥലങ്ങളിലും ഇടതു മുന്നണിയാണ് വിജയിച്ചത്. അരൂർ മണ്ഡലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു മണ്ഡലമാണ്. KR ഗൗരമ്മയുടെ പേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ഡലമാണ്. KR ഗൗരമ്മ 9 പ്രാവശ്യമാണ് അരൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടും പിന്നീട് 1994 ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി JSS ജനാധിപത്യ സംരക്ഷണ സമിതി ആയിട്ട് രൂപീകരിച്ചപ്പോൾ 1996 2001 ഐക്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് KR ഗൗരിയമ്മ വിജയിച്ചത്. പക്ഷേ 2006 അരൂരിൽ KR ഗൗരിയമ്മ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 4% ഡിഫറൻസ്, വോട്ടിൽ ഡിഫറൻസ് ഐക്യമുന്നണിയും ഇടതുമുന്നണിയും തമ്മിലുണ്ട്. അതുകൊണ്ട് അരൂരിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകുന്ന മണ്ഡലമായിട്ടാണ് വിലയിരുത്താൻ സാധിക്കുക. ഈ 4% ഒരു പകുതിയോളം വോട്ടുകൾ മാറിയാൽ മാത്രമേ എന്തെങ്കിലും അവിടെ ഒരു മാറ്റം ഉണ്ടാകും. അരൂർ ദലീമിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ദലീമിയാണ് അവിടുന്ന് ജയിച്ചു വന്നത്. ആ ഒരു വിജയം ദലീമ ആവർത്തിക്കും എന്നാണ് പൊതുവെ കാണേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞാൽ ഈ അരൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പെരുമ്പളം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ വികസനത്തിന് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വികസന പ്രവർത്തനമായ പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്ത അടുത്ത കാലത്താണ്. ഏതാണ്ട് 10,000-ഓളം വരുന്ന വോട്ടർമാരുള്ള ഒരു പ്രദേശമാണ് അവിടെ. ആ പ്രദേശത്തെ ജനങ്ങൾ സ്വാഭാവികമായും ഈ വികസന പ്രവർത്തനത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുകൂടി അരൂരിലെ ജനവിധിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് അരൂരിൽ ദലീമ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ആ ഭൂരിപക്ഷം അത് കൂടാനാണ് ഈ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കാണാൻ കഴിയുക. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണി നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാൻ സാധിക്കും. കാരണം ഗൗരിയമ്മ JSSലൊക്കെ പോയ സമയത്ത് അവർ ജയിച്ച മണ്ഡലം എന്ന രൂപത്തിൽ ആ ഒരു പ്രതീക്ഷയും അവരുടെ മുമ്പിലുണ്ട്. പിന്നെ ചേർത്തലയാണ്. 1957 ഫോം ചെയ്ത ചേർത്തല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ വയലാറിൻ്റെയൊക്കെ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. ഇതൊക്കെയാണെങ്കിലും ചേർത്തലയിൽ നമുക്കെല്ലാം അറിയുന്ന പോലെ AK ആൻ്റണി, വയലാർ രവി, MK രാഘവൻ ഇവരൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരും അവിടുന്ന് ജയിച്ചിട്ടുണ്ട് ഐക്യ മുന്നണിയുടെ ഭാഗമായിട്ട്. ഇപ്പോൾ CPIയുടെ P പ്രസാദാണ്, കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ P പ്രസാദാണ് അവിടുത്തെ ജനപ്രതിനിധി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6,000-ഓളം വരുന്ന വോട്ടിനാണ് P പ്രസാദ് ജയിച്ചത്. ലോക്കൽ ബോഡി ഇലക്ഷന് എല്ലാ സ്ഥലങ്ങളിലും ഐക്യ മുന്നണിക്ക് കുറച്ച് അഡ്ജണ്ടായ സമയത്ത് ചേർത്തലയിൽ ലെഫ്റ്റിന് തന്നെ ഏതാണ്ട് 19,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷം മേൽക്കൈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ചേർത്തലയിൽ ഉണ്ടായിട്ടുണ്ട്. ചേർത്തല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് വ്യത്യസ്തമായിട്ടൊരു സ്വഭാവം AK ആൻ്റണിയും വയലാർ രവിയും ഒക്കെ ജയിച്ച ആ കാലഘട്ടത്തിലെ സ്വഭാവം ചേർത്തലയ്ക്ക് വരുമോ എന്നുള്ളത് അറിയണമെങ്കിൽ അങ്ങനെ ഒരു ഇലക്ഷൻ വേവ്, ഒരു അനുകൂലമായ വേവ് ഐക്യമുന്നണിക്കുണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആലപ്പുഴ മണ്ഡലം നേരത്തെ പറഞ്ഞ പോലെ ഈ 2 മണ്ഡലം പോലെയല്ല. അത് പൊതുവെ ഒരു ഐക്യമുന്നണിയോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന മണ്ഡലമാണ്. 1957 ആലപ്പുഴ മണ്ഡലം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ മാരാരിക്കുളം മണ്ഡലം നേരത്തെ സൂചിപ്പിച്ച പോലെ 2011 റദ്ദായത്, ഡിലിമിറ്റേഷൻ പ്രക്രിയയുമായി. ഈ മാരാരിക്കുളത്തിൻ്റെ പല ഭാഗങ്ങളും ഈ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായിരുന്നു.
2021 ആലപ്പുഴ മണ്ഡലത്തിൽ അതിന് തോമസ് ഐസക്ക് അവിടുന്ന് ആലപ്പുഴയിൽ ജയിച്ചിട്ടുണ്ട്. 2021 PP ചിത്തരഞ്ജനാണ് അവിടുന്ന് ജയിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേരത്തെ CPM-ന്റെ ഭാഗമായിരുന്ന KS മനോജിന്, പാർലമെന്റ് അംഗം ആയിട്ടുള്ള KS മനോജിന് കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഭാഗമായി മാറിയപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് PP ചിത്തരഞ്ജൻ അവിടെ പരാജയപ്പെടുത്തത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണിയോടും ആഭിമുഖ്യം പുലർത്തുന്ന ഒരു നഗര പ്രദേശം കൂടി ഉൾപ്പെടുന്ന മണ്ഡലമായതുകൊണ്ട് നമുക്ക് അത്രമാത്രം ഏത് മുന്നണിക്ക് അനുകൂലമാണെന്ന് പറയാൻ സാധിക്കില്ല. ഐക്യമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ അവർക്കും അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ പലതുകൊണ്ട് ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ ചില ഇപ്പോൾ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതൊക്കെ വോട്ടാക്കി മാറ്റാൻ ഐക്യമുന്നണിക്ക് സാധിക്കുമോ എന്ന് നോക്കിക്കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആലപ്പുഴ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരേപോലെ സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടി വരും. അമ്പലപ്പുഴ ആണ് മറ്റൊരു മണ്ഡലം, ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ്. ഈ മാരാരിക്കുളം മണ്ഡലത്തിന് ഇല്ലാതായപ്പോൾ അതിൻ്റെ പ്രദേശങ്ങളും അമ്പലപ്പുഴേൻ്റെ ഭാഗമായിട്ടുണ്ട്. 1967 ആ മണ്ഡലം രൂപീകരിച്ചത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ CPM നേതാവായിട്ടുള്ള G. സുധാകരനാണ് ജനപ്രതിനിധിയായി വന്നത്, മന്ത്രിയായിട്ടുണ്ട്. മണ്ഡലത്തിൽ വളരെ സ്വാധീനമുള്ള ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്ത് പാർട്ടിയുമായി CPM-ഉമായിട്ട് ഇടയുകയും അദ്ദേഹം സ്വയം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പാർട്ടിക്ക് എങ്ങനെ മോശം ഉണ്ടാകുന്നത്? സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന് പാർട്ടിക്ക് എങ്ങനെ മോശം ഉണ്ടാകുന്നത്? ഞാൻ പാർട്ടി മെമ്പർ അല്ലല്ലോ. അമ്പലപ്പുഴയിൽ എന്ത് സംഭവിക്കും, സുധാകരൻ ഫാക്ടർ ഉണ്ടാകുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത്, അവിടെ ഏതാണ്ട് 16% വോട്ട് അമ്പലപ്പുഴയിൽ BJPക്കുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും G. സുധാകരൻ അവിടെ മത്സരിക്കാൻ ഇറങ്ങുകയും ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കൂടി ഒരു വിഭാഗമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ മത്സരം എന്ന് പറയുന്നത് വളരെ കടുത്തതായി മാറും. G. സുധാകരൻ്റെ ഇതും BJPയുടെയും ഐക്യമുന്നണിയുടെയും എല്ലാ ഫാക്ടേഴ്സും ഒന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫർട്ടബിളായി കിടക്കുന്ന ഒരു മണ്ഡലത്തിനെ ഏറ്റവും റിസ്ക് ഫാക്ടറുണ്ടായ മണ്ഡലമായി മാറും. എങ്കിലും അന്തിമമായിട്ട് ലെഫ്റ്റ് അവിടെ പരാജയപ്പെടാൻ സാധ്യത വളരെ കുറവുമാണ്. ഈ എല്ലാ ഫാക്ടേഴ്സും വന്നു കഴിഞ്ഞാൽ G. സുധാകരൻ ഫാക്ടർ, BJPയുടെ അനുകൂല ഘടകം G. സുധാകരന്, UDFൻ്റെ പിന്തുണ, ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും അമ്പലപ്പുഴയിൽ ലെഫ്റ്റ് ജയിച്ചു വരുമെന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു മണ്ഡലം കുട്ടനാടാണ്. കുട്ടനാടും ഇതേപോലെ അമ്പലപ്പുഴ പോലെയോ അല്ലെ ചേർത്തല പോലെയോ അരൂരോ പോലെയോ അല്ല. കുട്ടനാട് എന്ന് പറയുന്നത് ഒരു ഏത് പാർട്ടിയാണ് ജയിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ചെറു പാർട്ടികൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതായത് ഇതുവരെയായിട്ട് 1967 കുട്ടനാട് മണ്ഡലം രൂപീകരിച്ചിട്ട് ആദ്യ ഇലക്ഷൻ നടക്കുന്നത്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ചെറു പാർട്ടികൾ മാത്രമേ അവിടെ ജയിച്ചിട്ടുള്ളൂ. ഒന്നുകിൽ അത് കേരള കോൺഗ്രസ് ആകാം, അല്ലെങ്കിൽ അത് NCP ആകാം. അല്ലാതെ മേജറായിട്ടുള്ള CPI-യോ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികൾ CPI, CPM, കോൺഗ്രസ് പാർട്ടികളാണ്. ഇവരാരും തന്നെ കുട്ടനാട് മത്സരിച്ചിട്ടില്ല, ജയിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഒന്നുകിൽ കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ NCPയുടെ മണ്ഡലമായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് NCPയുടെ തോമസ് ആണ് അവിടെ ജയിച്ചത്. അതിനു മുമ്പ് NCPയുടെ സ്ഥാനാർത്ഥിയും ജയിച്ചത്. DICയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയും കൂടി ജയിച്ചതാണ്. DICയെ ലെഫ്റ്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് DICയുടെ ഒരു ഇത് അവിടെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. 5500 വോട്ടിനാണ് തോമസ് NCPയുടെ നേതാവ് അവിടെ ജയിച്ചത്. പക്ഷേ കുട്ടനാട് ഐക്യമുന്നണിക്കും ഇടതുമുന്നണിക്കും വളരെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. അതിൽ അല്പം എഡ്ജ് പരമ്പരാഗതമായി ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം വിലയിരുത്തി കഴിഞ്ഞാൽ ഐക്യമുന്നണിക്കാണ്. ആ ഐക്യമുന്നണി മണ്ഡലം പിടിച്ചെടുക്കുമോ എന്ന് നമ്മൾ കാണേണ്ടത് ആരാണ് അവിടെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ എന്നിവ പരിശോധിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് കുട്ടനാട് അത്രമാത്രം സേഫറായിട്ടുള്ള ഒരു മണ്ഡലമല്ല ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ജയിച്ചു വരാനും സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ 2 ഇലക്ഷനിൽ ഇടതുമുന്നണി കാണിച്ചത്. അതുകൊണ്ട് കുട്ടനാട് നമുക്ക് 50% ഒരു മണ്ഡലമായിട്ട് കാണേണ്ടി വരും. മറ്റൊന്ന് ഹരിപ്പാടാണ്. 1957 തൊട്ടിട്ട് നിലവിലുള്ള മണ്ഡലമാണ്. 1982, 87, 2011, 2016, 2021. 1982, 87, 2011, 2016, 2021 രമേശ് ചെന്നിത്തല ജയിച്ച മണ്ഡലമാണ്.
ഒരുപക്ഷെ നേരത്തെ പല നേതാക്കന്മാരുടെ സ്വാധീനമുള്ള മണ്ഡലം എന്നുള്ള രൂപത്തിൽ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായിട്ട് ഹരിപ്പാടിനെ ഇപ്പോൾ പരിഗണിക്കാൻ പറ്റും. രമേശ് ചെന്നിത്തല ആ ഹരിപ്പാടിലെ ഒരു ജനപ്രതിനിധിയായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 അദ്ദേഹത്തിന് കിട്ടിയ മാർജിൻ 13,000-ഓളം വരുന്ന വോട്ടിൻ്റെ മാർജിനാണ്. CPI സ്ഥാനാർത്ഥികളാണ് രമേശ് ചെന്നിത്തലക്കെതിരായിട്ട് കഴിഞ്ഞ കാലങ്ങൾ മത്സരിച്ചത്. സ്വാഭാവികമായിട്ടും ഇന്ന് ഐക്യമുന്നണിയും അതുപോലെ തന്നെ പൊതു രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാരും വിലയിരുത്തുന്നത് ഹരിപ്പാടിൽ രമേശ് ചെന്നിത്തല മണ്ഡലം എന്ന രൂപത്തിൽ തന്നെ അടുത്ത ഇലക്ഷനിലും അത് മാറും എന്നുള്ള വിശ്വാസമാണ്. ഒരു ടൈറ്റ് ഫൈറ്റ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. പിന്നൊന്ന് കായംകുളമാണ്. കായംകുളം മണ്ഡലം എന്ന് പറഞ്ഞാൽ 1957 രൂപീകരിച്ച മണ്ഡലമാണ്. ഈ മണ്ഡലം എന്ന് പറയുന്നത് 2 വിഭാഗം ആൾക്കാരും ജയിച്ചിട്ടുണ്ട്, 2 മുന്നണിയുടെ ഭാഗം വഹിച്ചിട്ടുണ്ട്. അതിനൊരു ചരിത്രം കൂടിയുണ്ട്. 1957 ആദ്യത്തെ ഇലക്ഷനിൽ അവിടെ ജയിച്ചു എന്നത് KO ആയിഷ ബീവി എന്ന് പറയുന്നതാണ്. KO ആയിഷ ബീവി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു വനിതാ നിയമസഭാ സാമാജികയായിരുന്നു. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു ആയിഷ ബീവി. 1967 അവിടെ നിന്ന് ജയിച്ചത് PK കുഞ്ഞുവാണ്, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട്. ഈ 1967 PK കുഞ്ഞു കായംകുളത്ത് ജയിച്ച സമയത്താണ് EMS മന്ത്രിസഭയുടെ ഭാഗം ലോട്ടറി, കേരള സ്റ്റേറ്റ് ലോട്ടറി എന്ന് പറയുന്ന സംഭവം തുടങ്ങാനൊക്കെ തീരുമാനിക്കുന്നത്. പിന്നീട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തച്ചടി പ്രഭാകരൻ അവിടെ ജയിച്ചിട്ടുണ്ട്, MM ഹസൻ ജയിച്ചിട്ടുണ്ട്. അതുപോലെ CPM-ൻ്റെ തന്നെ G സുധാകരനും CK സദാശിവനും അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ജയിപ്പിച്ച മണ്ഡലം എന്നുള്ള രൂപത്തിൽ കായംകുളത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. 2016 അതുപോലെ തന്നെ 2021 ഒക്കെ അവിടെ ജയിച്ചു വന്നത് U പ്രതിഭയാണ്, CPM-ൻ്റെ U പ്രതിഭ. അവർ ലാസ്റ്റ് ഇലക്ഷനിൽ 2021 ഇലക്ഷനിൽ ഏതാണ്ട് 6,000-ഓളം വരുന്ന വോട്ടിനാണ് അവിടെ ജയിക്കുന്നത്. വീണ്ടും കായംകുളത്ത് ഉള്ള 2026 തെരഞ്ഞെടുപ്പിൽ ഫലം നമ്മൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഒരു ടൈറ്റ് ഫൈറ്റും മണ്ഡലമാണ്. എങ്കിലും കായംകുളത്തിലെ സ്വഭാവം വെച്ചിട്ട് ഇടതുപക്ഷ മുന്നണിക്ക് ആഭിമുഖ്യമുള്ള, പ്രത്യേകിച്ചും വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ശക്തമായിട്ടുള്ള പ്രചരണം കിട്ടിയ ഒരു മണ്ഡലം എന്ന രൂപത്തിൽ കായംകുളത്ത് ഇടതുപക്ഷ മുന്നണിക്കാണ് അല്പം മേടിച്ച്, എങ്കിലും ഐക്യമുന്നണിക്ക് നല്ല സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്തുകൊണ്ട് ജയിക്കാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയും. മാവേലിക്കര അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. 1957 ആ മണ്ഡലം രൂപീകരിച്ചത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ മാവേലിക്കര മണ്ഡലം ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മണ്ഡലമാണ് പൊതുവെ. പക്ഷേ ഈ മണ്ഡലത്തിന് ചില ജനപ്രതിനിധികൾ വന്നു കഴിഞ്ഞാൽ അവർ വിട്ടുകൊടുക്കില്ല, അവരെ പരാജയപ്പെടുത്താതിരിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളൊരു മണ്ഡലമായിട്ടും 1991 തൊട്ട് 2006 വരെ മുരളി, കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹം ഇപ്പോഴില്ല, മുരളി കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ജയിച്ചു വരുന്നത്. അപ്പോൾ മാവേലിക്കരായി ഈ 1991 തൊട്ട് 2006 വരെ മുരളിയാണ് അവിടെ ജയിച്ചത്. 2021 ഇലക്ഷനിൽ അവിടെ ജയിക്കുന്നത് MS അരുൺകുമാറാണ്. MS അരുൺകുമാർ ഈ പറഞ്ഞ പോലെ മണ്ഡലത്തെ അത്രമാത്രം ജനപ്രീതി നേടിയിരിക്കുന്ന ഒരു ജനപ്രതിനിധിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് നല്ല സാധ്യതയുള്ള, വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് ആലപ്പുഴയിലെ മാവേലിക്കരയെ നമുക്ക് കാണാൻ കഴിയും. അവിടെയും കാണേണ്ടത് BJPക്ക് നല്ല വോട്ട് പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ഇലക്ഷനിൽ 2016 2021 20% വോട്ടാണ്. 2011 3% വോട്ട് കിട്ടിയ BJPക്കാണ് 2014 20% വോട്ടായി മാറുന്നത്. 2021 അത് 20.54% മാറുന്നത്. അതുകൊണ്ട് BJPയുടെ വോട്ട് അവിടെ വർദ്ധിക്കുന്നുണ്ട്. ആ ഒരു ഫാക്ടർ അവിടെ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരാൻ സാധ്യതയുണ്ട്. ഈ വോട്ട് കൂടി കഴിഞ്ഞാൽ അത് UDFന് പോവുകയാണെങ്കിൽ അത് പ്രതികൂലമായി മാറും. അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ പോലും MS അരുൺകുമാർ എന്ന് പറയുന്ന ജനപ്രതിനിധിയുടെ ഒരു കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ലെഫ്റ്റിനോട് കൂടുതൽ ആഭിമുഖ്യം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ജയിച്ചു വരുന്ന മണ്ഡലമായി മാറും മാവേലിക്കര എന്നാണ് എൻ്റെ വിശ്വാസം. ചെങ്ങന്നൂർ ഇതേപോലെയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ 2 അലയൻസ് മുന്നണിയിൽപ്പെട്ട ആൾക്കാർ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. മെജോറിറ്റിയും UDF ആണ് അവിടെ ജയിച്ചത്. മണ്ഡലത്തിൻ്റെ 1957 ശേഷമുള്ള മണ്ഡലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജയിച്ചത് ഐക്യമുന്നണിയാണ്. പക്ഷേ 2016 2021 അവിടെ മാറ്റങ്ങളുണ്ടാകുന്നത്. KK രാമചന്ദ്രൻ അദ്ദേഹം മരണപ്പെട്ടുപോയി. അവിടുത്തെ CPM-ൻ്റെ MLA ആവുന്നു. അതിനുശേഷമുള്ള ബൈ ഇലക്ഷനാണ് സജി ചെറിയാൻ അവിടെ മത്സരിക്കുന്നത്. സജി ചെറിയാൻ ജയിക്കുന്നു. 2021 സജി ചെറിയാൻ വലിയ ഭൂരിപക്ഷത്തിൽ ചെങ്ങന്നൂർ ജയിച്ചു വരികയാണ്. അത് സജി ചെറിയാൻ ഈ പറഞ്ഞ പോലെ കേരള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിയാണ്. ചെങ്ങന്നൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷേ ഈ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമാകുന്ന ഒരു മണ്ഡലമാണെങ്കിലും വലിയ ഒരു
ചലനം, രാഷ്ട്രീയമായിട്ട് ചലനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുമ്പോൾ ചെങ്ങന്നൂരും അത് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ചെങ്ങന്നൂർ ബേസിക്കലി ഒരു ഇടതുപക്ഷ മുന്നണിക്ക് ആഭിമുഖ്യമുള്ളൊരു മണ്ഡലമല്ല, ഒരു രണ്ടുപേർക്കും ഈക്വൽ സാധ്യതയുള്ള മണ്ഡലമാണ്. പക്ഷേ സജി ചെറിയ എന്ന് പറയുന്ന ആളുടെ ഒരു ജനപ്രതിനിധിയുടെ മന്ത്രിയുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വഴിയാണ് ഈ വോട്ടുകൾ അവിടെ കൂടുന്നത്. അതുകൊണ്ട് സജി ചെറിയാൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇടതുമുന്നണിക്ക് അനുകൂലമാക്കി മാറ്റും. കഴിഞ്ഞ പ്രാവശ്യം 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സജി ചെറിയാൻ ജയിച്ചത്. ടൈറ്റ് ഫൈറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. എങ്കിലും അവസാനം ഇടതുപക്ഷ മുന്നണിക്ക് അവിടെ ജയിച്ചു വരാൻ പറ്റും എന്നാണ് വിശ്വാസം. ഇതാണ് ആലപ്പുഴ ജില്ലയുടെ ഒരു സിറ്റുവേഷൻ. 9 മണ്ഡലങ്ങളിൽ 8-1 എന്നുള്ള സിറ്റുവേഷനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന കുറച്ച് മണ്ഡലങ്ങളുണ്ട്. എങ്കിലും ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും ആലപ്പുഴ ജില്ലയിൽ സ്വാഭാവികമായും മണ്ഡലങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.